ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ പൈനാപ്പിൾ ചെല്ലു മിഠായി റെഡി ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം എംജെ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മൾ കടകളിൽ നിന്നൊക്കെ ജെല്ലി മിഠായി കഴിക്കാറുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ജെല്ലി മിഠായി. പക്ഷേ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്, ജെല്ലി മിഠായി കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ന്യൂസുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ കടകളിൽ കിട്ടുന്ന അതേ ജെല്ലി മിഠായി നമുക്ക് ഇന്നൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജെല്ലി മിഠായിയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ പൈനാപ്പിൾ ജെല്ലി മിഠായി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിൾ ജെല്ലി മിഠായിക്ക് വേണ്ടിയിട്ട് നല്ല പൊഴുത്തൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലി പൂർണ്ണമായിട്ടും ആ ചെറിയ ചെറിയ കുരുകൾ അടക്കം കറുപ്പ്. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ടും എല്ലാം മുഴുവനായിട്ടും ശരിക്ക് ചെത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പൊഴുത്ത നല്ല ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിളിൻ്റെ നീരാണ് വേണ്ടത്. ആ നീരെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഫ്രഷർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷറാണ് എടുത്തിട്ടുള്ളത്, ജ്യൂസ് ഫ്രഷറാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലൊന്നും ജ്യൂസ് ഫ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്യൂസ് മിക്സിയിൽ അടിച്ച് അതിൻ്റെ നീര് മാത്രം അരിച്ചെടുത്താൽ മതി. നീര് ശരിക്കും അരിച്ചെടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ജ്യൂസും വെള്ളവും 1 ലിറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ 1 ലിറ്റർ. 3 സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കിത് ശരിക്കും ചൂടാക്കി എടുക്കാം, കുറുകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചൂട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയും കൊണ്ടിരിക്കുക. എന്നിട്ട് ശരിക്കും തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ശരിക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റും കുറച്ച് സൺഫ്ലവർ ഓയിൽ വളരെ കുറച്ച് മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക, ശരിക്ക് തേച്ച് കൊടുക്കുക. ഇത് നമുക്കൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജെല്ലി മിഠായി നമ്മളൊരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പഞ്ചസാരയും തേങ്ങാ പൗഡറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജെല്ലി മിഠായി അതിൻ്റെ മുകളിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്,
ഗൈസ്, നമ്മുടെ പൊളിപ്പൻ ന്യൂ ഇയർ സ്പെഷ്യൽ ജെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളിപ്പൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം MJ. ഗുഡ് ബൈ.